ഞാൻ ഇതിന് സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് ആസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ, ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ്. ട്രൂ. മെച്യൂർഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല. ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർറൈഡ്സ് യുവർ സെൻസസ്. ലോ ക്യാൻ ബി ഡിലേഡ് ബട്ട് നോട്ട് ഡിനൈഡ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ he will be a bigger threat to the society as a lawyer. I can allow that. അന്ന് റിസോർട്ടിലുണ്ടായിരുന്ന എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ അസംബ്ലി ചെയ്തിട്ടുണ്ട്. ഷാൽ വി മേക്ക് എ മൂവ്? ഈ വക തോന്നിയാസത്തിനൊക്കെ കോളേജ് കൂട്ടി നിൽക്കേണ്ട കാര്യമുണ്ടോ സർ? കോടതിക്കും പോലീസിനും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇയാളുടെ മെന്റലിസം കൊണ്ട് കണ്ടുപിടിക്കുമെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? He has done it in the past. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ തന്നെ വന്നത്. ഷാൽ വി? Yep. മാഡത്തിന് ഈ സാറുമായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ? അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ മാഡത്തിനില്ല. ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഹിയർ നൗ. പോട്ടെ. ഇയാളിതെങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം. Hi, good morning, students. This is Akash Kurian, Commissioner of Police. Hi. And this is Mr. John, a mentalist. They will ask you some questions. Please cooperate. The place is all yours. You can proceed. താങ്ക് യു. ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ചൊരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ക്ലാര ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിൽ ഒരാളാണ്. ആ ആളിപ്പം എൻ്റെ മുന്നിലുണ്ട്. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക, അയാളെ ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചാവിച്ച് പിരിയുക. അത്രേ ഉള്ളൂ. Okay. Come. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം Sit. അതാരാണെന്ന് കണ്ടുപിടിക്കുക, Play it one by അയാളെ one. ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചാവിച്ച് പിരിയുക. Shock. She can leave. Dukkam. He can also leave. Tensed. He should stay. പിടിച്ച്. No. Yes. Group all the selected ones. No. No. Yes. No. No. Yes. Yes. No. ഈ 8 പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പോവാം. ഇതിലൊരാളാണ്. We keep monitoring. Come. ഇവനായിരിക്കും. എങ്ങനെ പരിചയമുണ്ടോ? എനിക്ക് ചോദിച്ചൂടെ? യെസ്, HIV പോസിറ്റീവ് ഒരു പെൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തത് ഞാൻ തന്നെയാണ്. സോ വാട്ട്? റോണിക്ക് ക്ലാരയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തിന്? ദിസ് ഇസ് നോൺസെൻസ്. താങ്ക് യു. അമൃത, നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു. വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. She is my daughter. ഓ, ഒന്നെങ്കിൽ ജോൺ, അല്ലെങ്കിൽ കുറ്റവാളി, അതുമല്ലെങ്കിൽ പ്രേതം. ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല. ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം. നീ അവിടെ മാറിക്കിടക്ക. നേരത്തെ സംസാരിച്ചപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താണ്?
ക്ലാര പേഷ്യൻ്റ് ആണെന്ന് അറിയാമായിരുന്നത് സാറിന് മാത്രമായിരുന്നു. അതെ. പിന്നെ എങ്ങനെ ആ ന്യൂസ് കോളേജിൽ ലീക്കായി? ആരാ അത് ചെയ്തത്? സാർ അന്വേഷിച്ചില്ലേ? ഇറ്റ് വാസ് എ നോൺ ഫാക്ട്. ക്ലാരയുടെ കുട്ടിക്കാലത്തെ ഓർഫനേജ് പിക്ചേഴ്സ് അതൊക്കെ ഇവിടെ വലിയ ന്യൂസ് ആയിരുന്നല്ലോ. എനിബഡി കുഡ് ഹാവ് ഡൺ ഇറ്റ്. യു ആർ ലൈങ്. വാട്ട് നോൺസെൻസ്. സ്റ്റോപ്പ് ദിസ് മോക്കറി. ഞാൻ പറഞ്ഞല്ലോ സർ, ദിസ് ഇസ് ഒഫീഷ്യൽ. യു വിൽ ഹാവ് ടു ആൻസർ ഇറ്റ്. ടെൻസ്ഡ്, അല്ല, ഗിൽറ്റ്. കൺഫ്യൂസ്ഡ്. സാറിനറിയാം ആരാ ന്യൂസ് പുറത്തുവിട്ടതെന്ന്. സാറാണ്. But why? You had a physical attraction and she refused. നോ. പിന്നെന്തിന് സാർ ആ ന്യൂസ് ലീക്ക് ചെയ്യണം? യു ലവ്ഡ് ഹർ ലൈക്ക് യുവർ ഡോട്ടർ. ഡോട്ടർ അമൃത. പ്ലീസ് പുട്ട് ഹർ ഔട്ട് ഓഫ് ദിസ്. പക്ഷെ മോൾക്ക് വേണ്ടി സാർ എന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം? നോ റൊമാൻറ്റിക് ആംഗിൾ, നോ സെക്ഷൽ ഡിസൈർസ്, അക്കാഡമിക് ഇഷ്യൂസ്. അക്കാഡമിക്സ് അതിലെന്തായിരിക്കും? ക്ലാര അമൃതയേക്കാൾ പഠിക്കാൻ പഠിക്കുകയായിരുന്നു. സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അത് ക്ലാര നേടി. ഹൗ ഡെയർ യു! എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? തന്റെ പപ്പ ആരാ? ആ യു സിറ്റ് there. Sit. You have no right to talk to him like this. You just don't have any right. You sit there, please. Please tell him to watch his words, sir. Yeah. wait. Come. Look at me. അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം അമൃതയ്ക്ക് അറിയായിരുന്നു. നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത്. എന്തിനാ അമൃത അത് ചെയ്തത്? ഞാനല്ല ചെയ്തത്. യു ആർ ലൈങ് അമൃത. ബട്ട് വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? അമൃത ആരെങ്കിലും പ്രേമിച്ചിരുന്നു സർ? നോ, നോട്ട് ടു മൈ നോളജ്. അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. Because she has not seen a better man than her father. ചെറുപ്പം മുതൽ അമൃത കണ്ടു വളർന്നത് ഏറ്റവും സക്സസ്ഫുള്ളായ തൻ്റെ അച്ഛനെയാണ്. പേഴ്സണലി, പ്രൊഫഷണലി, ഫിസിക്കലി ദ മോസ്റ്റ് പെർഫെക്റ്റ് മാൻ. ഫാദർ ഫിക്സേഷൻ. അതാരാ? നിന്റെ അമ്മാവൻ. എടാ, സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു